തികച്ചും ഇതൊക്കെ സത്യമായിട്ട് സൂക്ഷിക്കാൻ നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യമാണെങ്കിൽ ഇത് പുണ്യം എങ്ങനെയാണ് നിങ്ങൾ തേടാൻ പോണത്? എനിക്കറിയില്ല. പിന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശാപം കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയാം. ഈ മോസസിന്റെ ശാപം കിട്ടിയ ഒരു കർമ്മദോഷം അതങ്ങനെ വളർന്ന് യേശു ജനിച്ചിട്ടും യേശുവിനെ കൊണ്ട് കുത്തിക്കൊന്ന് മോക്ഷം പ്രാപിച്ചതായിട്ടാണ് നമ്മൾ പറയുന്നത്. ആ യേശുവിന്റെ രക്തം കൊണ്ട് പാപം കഴുകിക്കളഞ്ഞെന്നും പറയുന്നു. ഇനി പാപവുമില്ല. അപ്പൊ നമ്മളിനി എന്ത് വേണം? അതുപോലെ ഇസ്ലാമുകളിൽ ഖബറടക്കം നിഷേധമാണ് പറയുന്നത്. പക്ഷേ ഖബറടക്കമല്ലാതെ അവരിന്നെന്ത് പൂജിക്കുന്നു? ഇങ്ങനെ ഓരോ ജാതിയുടെയും അളവനുസരിച്ച് അവരോരോന്നും പറഞ്ഞ് ഇങ്ങനെ ചുരുക്കിക്കെട്ടി ഓരോ വിശേഷ ബുദ്ധിയെ ഇവിടെ കാണിച്ചാൽ നമ്മൾ മോചനം പ്രാപിച്ചെന്നോ നമ്മളെ രക്ഷപ്പെട്ടെന്നോ ധരിക്കരുത്. അതൊക്കെ ഒരു മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു എന്നതിന്റെ ഒരു പാകത്തി എന്നിട്ട് അവിടെ പറഞ്ഞ് അങ്ങും ഇങ്ങുമില്ലാതെ നിൽക്കുന്ന ഒരു കർമ്മനിശ്ചയിക്കുകയാണ്. ഇതൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെയും എന്റെയും പൂർവികന്മാരെന്ന് പറയുന്ന ഒരു ജീവിച്ചിരുന്നെങ്കിൽ അവര് മരിച്ച് ആ ജീവനോടെ പോയി അങ്ങ് നേരെ സ്വർഗലോകത്തേക്കോ വേറെ ഏതെങ്കിലും മുക്തിക്ക് വഴിയായാണ് പോയിരിക്കുന്നത്. അതുമല്ല. പിന്നെ നിങ്ങൾ ഇത്രയും പേര് ഇതേ നിലയിൽ ആരാധിച്ചും പിടിച്ചു വന്ന് ഈ ലോകം മുഴുക്ക ആരാധന എത്ര കോടി വർഷമായി കഴിഞ്ഞു. ഇതിനെയൊക്കെ എവിടെ കൊണ്ടേ തള്ളിയെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതെങ്ങനെ കർമ്മദോഷം തീരും? എന്റെ അമ്മാവനൊരു വലിയ ആളാണ്. അമ്മാവൻ നടക്കുന്നിടത്തോ ഇരിക്കുന്നിടത്തോ ഈച്ച വരാത്ത അമ്മാവനാണെന്നാണ്. അപ്പൊ ഈച്ചയ്ക്ക് എല്ലാം വയ്യാത്ത സ്ഥാനത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യും അമ്മാവൻ? ഇങ്ങനെ വലിപ്പം പറഞ്ഞ് നാശത്തിന്റെ വാതിൽ തുറന്നു വെച്ച ഒരു പുരാണ കീടങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഇതുകൊണ്ട് നമ്മൾ ഒന്നാമതൊന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതിനൊരു ചെറിയ കാര്യം അടിയെ കൊണ്ടും വഴക്കും ചീത്തയും അങ്ങനെ ആവർത്തിച്ച് എന്തെല്ലാം കിട്ടാനുണ്ടോ അതൊക്കെ വാങ്ങിച്ച ഒരു സ്വഭാവമാണ്. അങ്ങനെ വാങ്ങിച്ച് രണ്ടുപേര് കാണത്തക്ക വിധത്തിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാം. ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരാൻ കാരണം.